സോ ഇന്ന് രാത്രി വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിക്കുന്ന ഒരു മത്സരം തന്നെയാണ് സ്പെയിൻ വേഴ്സസ് കേപ്പ് വെർഡെ. കേപ്പ് വെർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ആദ്യമായിട്ടാണ് ലോകകപ്പ് കളിക്കാൻ ഇറങ്ങുന്നത്. സ്പെയിന് ഡൊമിനേറ്റ് ചെയ്യുമെന്നുള്ളത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. കാരണം സ്പെയിനിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് നമുക്കറിയുന്നതാണ് എത്രത്തോളമാണെന്നുള്ളത്. നമ്മൾ നിരന്തരം കാണുന്ന കളിക്കാരാണ് സ്പെയിനിൽ കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഡെപ്ത് എത്രത്തോളമാണെന്നുള്ളത് അറിയാം. അപ്പോൾ ഷർഫുക്ക, എങ്ങനെയാണ് ഒരു സ്പെയിൻ ടീമിനെ ഈ ഒരു വേൾഡ് കപ്പിൽ 2026 വേൾഡ് കപ്പിൽ വിലയിരുത്തുന്നത്? ജയിക്കാൻ സാധ്യത ഉണ്ടോ വേൾഡ് കപ്പ്? നമുക്കിപ്പോൾ സ്പെയിൻ്റെ കാര്യം പറയുമ്പോൾ 2010 ചാമ്പ്യന്മാരായ ടീമാണ് സ്പെയിൻ. അതിനുശേഷം 14, 18, 22 ഈ 3 വേൾഡ് കപ്പിലും കാര്യമായ ഒരു ഇമ്പാക്റ്റ് പോലും ഉണ്ടാക്കാതെയാണ് സ്പെയിന് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ 2026 വരുമ്പോൾ സ്പെയിനെ സംബന്ധിച്ച് അതൊരു നിർണായക പോരാട്ടം തന്നെയാണ്. കഴിഞ്ഞ 2-3 വേൾഡ് കപ്പിലും സംഭവിച്ച പിഴവുകൾ പരിഹരിക്കാനുള്ള ഒരു സുവർണ അവസരമായിട്ടാണ് ഈ വേൾഡ് കപ്പ് അവർ കാണുന്നത്. അതിൽ തന്നെ ഇന്നത്തെ മത്സരം നമ്മൾ കാണുമ്പോൾ അതൊരു ഡേവിഡ് ഗോലിയാത്ത് പോരാട്ടമായിട്ട് തന്നെ കാണാം. കാരണം 2 ടീമുകൾ 2 അന്തരത്തിൽ നിൽക്കുന്നതാണ്. ഒന്നാമത് സ്പെയിന് 2ാം റാങ്കിങ്ങിലാണ്, യൂറോപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് വരുന്നത്. മറുഭാഗത്ത് കേപ്പ് വെർഡെ ആണെങ്കിൽ 67ാം സ്ഥാനത്താണ് അവർ ഫിഫ റാങ്കിങ്. പക്ഷേ അവരുടെ ഒരു ടീം ഫോർമേഷൻ മൊത്തം നോക്കുമ്പോൾ സ്പെയിനിൽ യൂറോപ്പിലെ പ്രധാന ലീഗുകൾ കളിക്കുന്ന ഒട്ടുമിക്ക കളിക്കാരും ഈ ടീമിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പെർഫോമൻസ് ബേസിൽ നോക്കുകയാണെങ്കിൽ എന്തായാലും സ്പെയിൻ ഒരു ആധികാരിക ജയം സ്വന്തമാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിനിടയില്ല. പക്ഷേ കേപ്പ് വെർഡെ നമ്മൾ വെറുതെ കാണരുത്. കാരണം കഴിഞ്ഞ 13 മത്സരങ്ങളിൽ അവർ യൂറോപ്പിൽ ആകെ ഒരു മത്സരം മാത്രമാണ് തോൽവി വഴങ്ങിയത്. ബാക്കിയുള്ള മത്സരങ്ങളിലെല്ലാം അവർ ഒന്നെങ്കിൽ സമനിലാണ്, 7 മത്സരം സമനില, 5 മത്സരം വിജയിക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ യൂറോപ്യൻ ടീമുകൾക്കെതിരെ മികച്ചൊരു റെക്കോർഡുള്ള ടീമാണ് കേപ്പ് വെർഡെ. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ ടീം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, അതായത് എലൈറ്റ് ടീമുകളല്ല, പക്ഷേ യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ നന്നായിട്ട് അറിയുന്ന കേപ്പ് വെർഡെനെ കുറിച്ചുകൂടി കുറച്ച് പറയാൻ തോന്നുന്നു. കേപ്പ് വെർഡെയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആകെ 5 ലക്ഷമാണ്. അതായത് ഒരു അറ്റ്ലാന്റിക് ഓഷ്യനിൽ കിടക്കുന്ന കുറച്ച് ഒരു അഗ്നിപർവ്വതങ്ങളൊക്കെ ഉള്ള എന്താ പറയുക ഏറ്റവും കൂടുതൽ റെയിൻ, അതായത് മഴ പെയ്യാത്ത ഒരു പ്രദേശമാണ് കേപ്പ് വെർഡെ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളൊക്കെ മറ്റു പലയിടത്തേക്കും കുടിയേറിയവരാണ്. ഇപ്പോൾ അമേരിക്കയിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റേഡിയത്തിൽ കുറേ ആളുകൾ കേപ്പ് വെർഡെക്കാരുണ്ടാവും. അതിൻ്റെ പ്രധാന കാരണം അമേരിക്കയിലേക്ക് ഒരുപാട് പേര് മുൻകാലങ്ങളിൽ കുടിയേറിപ്പോയിട്ടുണ്ട്. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞാൽ 5 ലക്ഷം പോപ്പുലേഷനാണ്. അതായത് ഐസ്ലൻഡും ഈ വേൾഡ് കപ്പിൽ തന്നെ ഇന്നലെ കളിച്ച കുറസാവും കഴിഞ്ഞാൽ വേൾഡ് കപ്പിന് തന്നെ ഏറ്റവും പോപ്പുലേഷൻ കുറഞ്ഞ രാജ്യമാണ്. പിന്നെ വെച്ചാൽ ഇതിൽ പറഞ്ഞ പോലെ പലരും കേപ്പ് വെർഡെയിൽ ജനിച്ചവരല്ല. ഇപ്പോൾ അതിൽ വളരെ രസകരമായൊരു കഥയുണ്ട്. ഇപ്പോൾ നെതർലാൻഡ്സിൽ കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ട് കേപ്പ് വെർഡെയുടെ. അദ്ദേഹത്തിന് ഏതോ ക്ലബിന്, നെതർലാൻഡ്സ് അല്ല അയർലൻഡിൽ കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് ഏതാണെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ ക്ലബ്ബുമായിട്ട് ഇവർക്ക് ബന്ധപ്പെടാൻ കുറച്ച് പ്രയാസമുണ്ട്. അതായത് കേപ്പ് വെർഡെ ഫുട്ബോൾ അസോസിയേഷന് തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി കളിക്കണം എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവരൊക്കെ അയർലൻഡിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ താരത്തിൻ്റെ പേഴ്സണൽ ലിങ്ക്ഡിൻ പ്രൊഫൈലിലേക്ക് കേപ്പ് വെർഡെ ഫുട്ബോൾ അസോസിയേഷൻ ഒരു മെസ്സേജ് അയക്കുകയാണ്, ഈ കേപ്പ് വെർഡെ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി കളിക്കാൻ താല്പര്യമുണ്ടോ? കാരണം ഇവരൊക്കെ അവിടെ ബോൺ ആയിരിക്കും, പിന്നീട് അങ്ങോട്ട് കുടിയേറിയവരായിരിക്കും. അങ്ങനെ ലിങ്ക്ഡിൻ വഴിയാണ് ഈ കേപ്പ് വെർഡെ ടീം ഉണ്ടായത് എന്നാണ് പറയുന്നത്. പിന്നെ അവിടുത്തെ ജനങ്ങൾ ആകെ 5 ലക്ഷം ആണെങ്കിലും ഇവർ ഈ പറഞ്ഞ പോലെ ഭയങ്കര ക്ലൈമറ്റുമായിട്ട് ഭയങ്കര പോരാടുന്ന ജനങ്ങളാണ്. ഈ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ ക്ഷാമം ഭയങ്കരമായിട്ടുള്ള ജനങ്ങളാണ്. അപ്പോൾ ഇവരുടെ ഒരു സ്റ്റേഡിയത്തിലൊക്കെ ഉള്ളൊരു മോട്ടോ അങ്ങനെയാണ്, നോ സ്ട്രെസ്. അതായത് ഒരിക്കലും പതറരുത് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയുമായി വരുന്ന രാജ്യമാണ്. നമുക്ക് ഈ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറേ രാജ്യങ്ങളെ കൂടെയൊക്കെ പരിചയപ്പെടാനുള്ള അവസരമാണ്. ഇപ്പോൾ ഈ കുറസാവോ കേപ്പ് വെർഡെ എന്നൊക്കെ നമ്മളല്ലെങ്കിൽ കേരളത്തിലിരുന്ന് എന്തെങ്കിലും ചർച്ച ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വേൾഡിനെ കൂടിയും പഠിക്കാനുള്ളൊരു അവസരമാണ്. സ്പെയിൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഒരു ബസ് പാർക്കിംഗ് പോലുള്ള ശൈലിയായിരിക്കും. കാരണം സ്പെയിന് കഴിഞ്ഞ തവണ മൊറോക്കോക്കെതിരെയൊക്കെ സംഭവിച്ചതും നമ്മളത് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കേപ്പ് വെർഡെ ഇപ്പോൾ മിക്കവാറും അവർ ആ ഒരു ശൈലി തന്നെ ആയിരിക്കും സ്പെയിനെതിരെ പുതുതായി ഒരു ടീം വരുമ്പോൾ അത് അവര് ഒരു ലോ ബ്ലോക്ക് കളിക്കാൻ വേണ്ടി സ്പെയിനിന്റെ ഗോൾ കീപ്പർ ആരാന്നുള്ള ഡിബേറ്റ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഉനൈ സിമോൺ ഡേവിഡ് റയ, അല്ലെങ്കിൽ ഉനൈ സിമോൺ തന്നെയാണ് സാധ്യത. ഒന്ന് കോച്ചിന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഈ ഡേവിഡ് റയ 14 വയസ്സിൽ അങ്ങോട്ട് ഇംഗ്ലണ്ടിലേക്ക് പോയ ആളാണ്. അതായത് അവിടെ ബ്ലാക്ക് ബേൺ എന്ന് പറയുന്ന ക്ലബ്ബുണ്ടല്ലോ പ്രീമിയർ ലീഗിലെ, അവിടെ ചേർന്നു. പിന്നീട് പല ഇംഗ്ലീഷ് ക്ലബ്ബുകൂടി 16 വർഷമായിട്ട് എത്രയോ 15 വർഷത്തിന് എണ്ണം ചിലപ്പോൾ മാറ്റം ഉണ്ടാവും, ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ഇതുകൂടി ഉണ്ട്. അതേസമയം ഉനൈ സിമോൺ അങ്ങനെയല്ല, സ്പെയിനിൽ തന്നെയുള്ള സ്പെയിനിലെ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുന്ന ആളാണ്. പക്ഷേ റീസെൻറ്റ് ഫോം നോക്കുകയാണെങ്കിൽ, ക്ലബ് ലെവൽ ഫോം നോക്കുമ്പോൾ ഡയ ഓഫ് കോഴ്സ് ഡിസേർവിംഗ് ആണ്. പ്രീമിയർ ലീഗിലെ 3 തവണ തുടർച്ചയായിട്ടാണ് ഗോൾഡൻ ഗ്ലോ നേടിയിട്ടുള്ളത്. അവസാന മത്സരത്തിൽ 2 കീപ്പർമാരെയും കോച്ച് മാറി പരീക്ഷിച്ചിട്ടുണ്ട്. ഡെലഫുവിൻ്റെ അവസാന മത്സരത്തിൽ, സന്നാ മത്സരത്തിൽ 2 പേർക്കും അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കാണ് ചാൻസ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഇതൊരു വിഭവമാണോ എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല, ഇത് സ്പെയിൻ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 2010 വേൾഡ് കപ്പിൻ്റെ സമയത്ത് കസിയാസ്
കാർലോസ് ആണ് ഫസ്റ്റ് കീപ്പർ. അന്നുണ്ട് മറ്റാരൊക്കെയാണ്, ഒന്ന് വിക്ടർ വാൾഡേസ് ആണ്. വിക്ടർ വാൾഡേസും ഉണ്ട്, ലിവർപൂളിൻ്റെ പെപ്പെ റെയ്നയുണ്ട്. 3 സൂപ്പർ ഗോൾ കീപ്പേഴ്സ് ഒരു സമയം ബെഞ്ചിലിരിക്കുന്ന ടൈമാണ്. അന്നും ഇതുപോലെ ഡിബേറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ സ്പെയിൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി എത്ര ബാഴ്സ പ്ലെയർ, എത്ര റയൽ പ്ലെയർ എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ നടക്കുന്നതാണ്. അപ്പോൾ എല്ലാ കാലത്തും ഉള്ളതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡി ഉള്ള സമയത്തും പിന്നെ ആരോ ബെഞ്ചിലുണ്ട് പ്രധാനപ്പെട്ട. സാഞ്ചസ് ഉണ്ട്, അതെ, അപ്പോൾ അതൊരു പുതിയ സംഭവമല്ല. പക്ഷെ അതിലപ്പുറത്തേക്ക് നമ്മൾ ഈ ഒരു വേൾഡ് കപ്പ് തുടങ്ങുന്ന ടൈമിൽ നിക്കോ വില്യംസ്, ലമീൻ യമാൽ ആദ്യ മത്സരങ്ങൾ കളിക്കുമോ എന്നുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഇപ്പം പുതുതായി വന്ന വാർത്തയിൽ നിക്കോ വില്യംസും യമാലും സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഒബ്വിയസ്ലി അറിയുന്ന കാര്യമാണ് നിക്കോ വില്യംസ് ആണ്, ലമീൻ യമാലാണ് അവിടെ ഡിഫറൻസ് മേക്ക് ചെയ്യും എന്നുള്ളത്. അതിന് എതിരാളികൾ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ്. കാരണം ഇവരുടെ രണ്ടുപേരുടെയും മൂവ്മെൻറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർ ഏത് റൂട്ട് പോകും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക്, ലമീൻ യമാലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് റൂട്ട് പോകും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. പക്ഷെ എന്നാൽ പോലും അതിനെ തടയാന്ന് പറയുന്നത് പല ഡിഫൻഡേഴ്സും അവിടെ നിൽക്കുന്ന പല വിങ് ബാക്സിനും ഒരു പ്രശ്നമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്പെയിൻ്റെ ഈ ഒരു ഗെയിമിൽ യമാൽ തന്നെ ആയിരിക്കുമോ സ്റ്റാർ, അതോ? തീർച്ചയായിട്ടും യമാലിനായിരിക്കും. കാരണം ഒരു പ്രോപ്പർ ഗോൾ അടിക്കുന്ന നമ്പർ 9 പ്രശ്നമുണ്ട്. പോയർസബാലൊക്കെ ഉണ്ടെങ്കിൽ പോലും പോയർസബാലും എന്താണ് മറ്റേ പേര് എറിക് ഗാർഷ്യ, സ്ട്രൈക്കർ, സ്പെയിൻ്റെ സ്ട്രൈക്കർ. അതെ, ഫെറൻ ടോറസ്. അപ്പോൾ ഇവർ രണ്ടുപേരും അത്ര എന്താ പറയുക ഒരു ഭയങ്കര സ്റ്റാർ മെറ്റീരിയൽ ഉള്ളതല്ല. അപ്പോൾ യമാലും നീക്കോൻ തന്നെ ആയിരിക്കും സ്റ്റാർ. തന്നെ യമാൽ എന്താ പറയുക ഒരു ഗോളടിക്കുന്ന കളിക്കാരൻ കൂടിയാണ്. അതായത് ഈ ടൈറ്റ് സ്പേസിലൂടെയൊക്കെ ഇപ്പോൾ നമ്മൾ ഈ മെസ്സിയൊക്കെ പറയുന്ന പോലെയാണ്, ഒരു ടാക്ടിക്സിനപ്പുറത്തേക്ക് കുറച്ച് എന്താ പറയുക കയ്യിന്നിടാന്ന് പറയുന്ന പോലെ കാലിന്നിടാൻ പറ്റുന്ന പ്ലെയറാണ്. നമ്മൾ യൂറോ കപ്പിലൊക്കെ അദ്ദേഹം അടിച്ച ഒരു ഗോള് കണ്ടതാണ്. അതൊന്നും നമുക്ക് എതിർ ടീമിന് എന്താ പറയുക പ്രിഡിക്റ്റ് ചെയ്തിട്ട് തടുക്കാൻ പറ്റില്ല. യമാൽ എവിടെ തുടങ്ങുന്നു അവിടെ വെച്ച് തന്നെ യമാലിനെ പൂട്ടുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ കേപ്പ് വെർഡേക്കുള്ള മത്സരം യമാലിനെ സംബന്ധിച്ച് കുറച്ചൊരു പോസിറ്റീവ് നൽകുന്ന ഘടകമുണ്ട്. കാരണം ഗോൾ അടിച്ചിട്ട് മത്സരം ഇനി അടുത്ത മത്സരങ്ങളിലേക്ക് വരുമ്പം ആദ്യ തുടക്കത്തിൽ ഗോൾ അടിച്ചുകൊണ്ട് ഈ അടുത്ത മത്സരത്തിൽ കുറച്ചുകൂടി നന്നായി കളിക്കാം എന്നുള്ളതും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഘടകം കൂടിയുണ്ട്. പിന്നെ 2 വിങ്ങിലും പരിക്ക് മാറി എത്തുന്ന യമാൽ എത്രത്തോളം കളത്തിൽ തിളങ്ങും എന്നുള്ള ഒരു കാര്യം ഒരു സംശയമായിട്ട് നമുക്ക് മുന്നിലുണ്ട്. കാരണം 2 പേരും ഇഞ്ചുറി കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആ ഒരു കൺസേൺ എന്തായാലും സ്പെയിൻ്റെ ഒരു ശൈലി മാറ്റം കൂടിയാണ്. സ്പെയിൻ്റെ ആ ഒരു ടിക്കറ്റ് ആ ഒരു സ്റ്റൈൽ മാറിയല്ലോ. ഇപ്പോൾ ഒരു ഈ വിങ്ങളിലൂടെയുള്ള അറ്റാക്കിലേക്ക് മാറി. ലാഫിൻ്റെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ലമീൻ യമാൽ 2 രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും. ഇൻസൈഡ് ഇൻവേർട്ടഡ് ആയിട്ട് കളിക്കാനും ലമീൻ യമാലിനെ കൊണ്ട് പോസിബിൾ ആണ്. വൈഡ് പോയിട്ട് അവിടെ ഒരു സ്ട്രൈക്കറിന് ബോൾ സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള പ്ലെയറും കൂടിയാണ് ലമീൻ യമാൽ. അതിൽ കുക്കുറേൻ്റെ റോള് നിർണായകമായിരിക്കും. കുക്കുറേൻ്റെ റണ്ണ് എന്തായാലും നിക്കോ വില്യംസിന് നല്ല ഗുണം ചെയ്യും. അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ പെഡ്രോ പോറോ യമാൽ തമ്മിലുള്ള ഒരു കോമ്പിനേഷനും നല്ല രീതിയിൽ വർക്കൗട്ടാണ്. അതിനൊക്കെ ഏറ്റവും നല്ലൊരു സാധ്യതയുള്ള മത്സരം കൂടിയാണ് കേപ്പ് വെർഡേക്കെതിരുള്ളത്. എനിക്ക് തോന്നുന്നു അതിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇനിയിപ്പം ലെഫ്റ്റ് ഫുൾ ബാക്ക് നമുക്ക് കുക്കറയെ ഉറപ്പിക്കാം. കാരണം കോച്ചിൻ്റെ ഒരു ഫേവറേറ്റ് പ്ലെയറാണ് കുക്കറെ, അതിലൊരു സംശയമില്ല. പക്ഷേ ഈ റൈറ്റ് വിങ് ബാക്ക്, റൈറ്റ് ഫുൾ ബാക്ക് പൊസിഷനിൽ വരുമ്പോൾ ഇപ്പോൾ ഈ സന്നാഹ മത്സരങ്ങൾ നോക്കിയപ്പോൾ പെഡ്രോ പോറോ ആണ് ബ്രില്യൻ്റ് ആയിട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. എല്ലാ മാച്ചിലും ആളുടെ റേറ്റിംഗ് ഹൈ ആണ്, കാര്യങ്ങൾ ഹൈ ആണ്. പക്ഷേ യോറൻറ്റിയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ബ്രില്യൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചൊരു പ്ലെയറാണ്. പക്ഷെ അവിടെ ആരായിരിക്കും കോച്ച് പ്രിഫർ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അവിടെയും ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ട്. ഈ കോച്ച് ഈ ഒരു ഗോൾ കീപ്പിംഗ് പൊസിഷനിലുള്ളതുപോലെ. അപ്പോൾ എന്താണ് തോന്നുന്നത്? അത് കഴിഞ്ഞ യൂറോ കപ്പിലൊക്കെ പെഡ്രോ പോറോ ആയിരുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കളിച്ചിരുന്നത്. പെർഫോമൻസ് വൈസിൽ പെഡ്രോ പോറോ കുറച്ചുകൂടി നല്ല റൺ നടത്തും. പക്ഷേ പെഡ്രോ പോറോ അതുപോലെയുള്ള ഒരു വിഷയം എന്നുള്ളത് ഡിഫെൻസീവ് കുറച്ച് വീക്കാണ്. അതിപ്പോൾ നമ്മൾ ടോട്ടനാമിലെ പെഡ്രോ പോറോയുടെ പെർഫോമൻസ് നോക്കിയാലും ഡിഫെൻസീവായിട്ട് അത്രത്തോളം മികച്ചു നിൽക്കുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് ഒരു പ്രധാന കൺസേൺ ആയിട്ട് ഇപ്പം സ്പെയിൻ നിരയിലുള്ളത്. അതിപ്പോൾ മറ്റ് വിങ്ങുകളിൽ നോക്കുമ്പോൾ റൈറ്റ് വിങ് ആയിരിക്കും ഇപ്പോൾ എതിരാളികൾ സ്പെയിനെതിരെ കാര്യമായിട്ടൊരു ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അത് അതുപോലെ ഈ ഒഫെൻസീവായിട്ട് കളിക്കുന്ന ബാക്കിലൊക്കെ ഡിഫെൻസീവ് കുറച്ച് കുറവാന്നുള്ള പ്രശ്നമുള്ളതാണ്. ഈവൻ ഹക്കീം ഭയങ്കര പ്ലെയർ ആണെങ്കിൽ പോലും ഇന്നലെ വിനീഷ്യസിന്റെ ഗോൾ വന്നതിൽ ഹക്കീമിയുടെ ഒരു ഒഫെൻസീവിന് പങ്കുണ്ട്. ബ്രസീൽ മൊറോക്കോ അല്ല ഞാൻ പറഞ്ഞത്. അതായത് ആ വിനീഷ്യസ് ഗോൾ അടിക്കുന്ന സമയത്ത് കുറച്ച് മുന്നിലാണ് ഹക്കീം. കാർവാലിന്റെ ഒരു വിടവ് നികത്താൻ കഴിയണം എന്ന് തന്നെയാണ് സ്പെയിന്റെ മിഡ്ഫീൽഡിലേക്ക് വരാൻ തോന്നുന്നു. ഇത്രയും സംബന്ധമായ ഒരു മിഡ്ഫീൽഡ് വേറെ അധികം ടീമിനും ഇല്ല. പെഡ്രി റോഡ്രി ഡിഫൻസീവ് മിഡ്ഫീൽഡ് ഡബിൾ പിവറ്റ് റോൾ എനിക്ക് തോന്നുന്നു അവര് കറക്റ്റായിട്ട് ആ ഒരു പെഡ്രി റോഡ്രി എന്നുള്ള ആ ഒരു കോമ്പിനേഷൻ അവരെ ത്രൂ ആയിരിക്കും. ഇപ്പം ഇന്നലെ നമ്മൾ ഡിയോങ്ങിൽ ത്രൂ അറ്റാക്ക് പോകുന്ന പോലെ തന്നെ ആയിരിക്കും പെഡ്രി റോഡ്രി എന്നുള്ള ആ ഒരു എലമെൻറ്റ് തീർച്ചയായിട്ടും അത് ത്രൂ തന്നെ ആയിരിക്കും എല്ലാ ബോളും പോവുക. അവരുടെ ഒരു ടെമ്പോ കൺട്രോൾ ചെയ്യുന്ന, കാരണം റോഡ്രി ബാലൻഡോർ വിന്നറാണ്. നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിയിൽ കണ്ടതാണ് ആൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനിയിപ്പോൾ പെഡ്രിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും
പെഡ്രി ഇല്ലെങ്കിൽ ബാർസ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അത് ലമീൻ യമാലിനെക്കാട്ടിലും ഒക്കെ ആളുകൾ പറയുന്നത് ഇതാണ്, പെഡ്രി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, പെഡ്രിക്ക് പരിക്കുമ്പോൾ ആളുകൾക്ക് ടെൻഷൻ കയറും. അപ്പോൾ ആ ഒരു രീതിയിലാണ് പെഡ്രിയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇനി ഒരാൾ പുറത്തു നിൽക്കുന്നുണ്ട്, സുബിമെന്റി പുറത്താണ്. മറ്റേത് ടീമിലാണെങ്കിലും ഫസ്റ്റ് സുബിമെന്റി ക്ലാസി പ്ലെയർ ആണ്, ആഴ്സണലിന്റെ ക്ലാസി പ്ലെയർ ആണ്, ചാമ്പ്യൻസ് ആയ ടീമാണ്. സ്റ്റൈൽ പ്ലെയർ ആണ്, ഇങ്ങനെ പമ്പ് ചെയ്യുന്ന പ്ലെയർ ആണ്. എനിക്കൊന്നു പെഡ്രി ഒരു ചാവി ഇനിയസ്റ്റ മിക്സ് പ്ലെയർ ആണ് പെഡ്രി എന്നുള്ളത്. ഇനി നമ്മുടെ അറ്റാക്കിംഗ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഓൾമോ ഉണ്ട്, ഡാനി ഓൾമോ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂഷനിൽ പലപ്പോഴും ബാർസലോണയെ പല ടൈമിലും ഹെൽപ്പ് ചെയ്തിട്ടുള്ള പ്ലെയറാണ് ഡാനി ഓൾമോ. മറ്റുള്ള പ്ലെയേഴ്സിനെക്കാട്ടിലും ആളുടെ ആ ഒരു ഫിസിക്ക് നമുക്കറിയാം, വളരെ ചെറിയൊരു പ്ലെയറാണ്, പക്ഷെ ആ ടൈറ്റ് സ്പേസിൽ ആ ഫിസിക്ക് പലപ്പോഴും ആളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ടൈറ്റ് സ്പേസിൽ ഡ്രിബിൾ ചെയ്തിട്ട് നല്ല കോമ്പിനേഷനാണ് ഈ ഡാനി ഓൾമോ പെഡ്രി കോമ്പിനേഷൻ. പ്രിയപ്പെട്ട ആളാണ് ഓൾമോ. കഴിഞ്ഞ യൂറോ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഓൾമോ ഒരു കൊച്ചിൻ്റെ അന്വേഷണമുള്ള ബാഴ്സയിലേക്കൊക്കെ വരുന്നത് യൂറോയിലെ പെർഫോമൻസിന്റെ ഫലത്തിലാണ്. പക്ഷെ ഒരു സെൻട്രൽ ബാക്ക് ഒരു മുൻകാലത്തെ പോലെ ഉണ്ടോ? സെൻട്രൽ ബാക്കിലാണ് സ്പെയിനെ സംബന്ധിച്ച് ഇത്തവണ ഒരു വലിയ കൺസേൺ ആയിട്ട് വരിക. കാരണം കഴിഞ്ഞ യൂറോ കപ്പിൽ നമ്മൾ ലേ നോർമെന്റ് ഉണ്ടായിരുന്നു, ഒത്തിരി ഹൈറ്റ് ഉള്ള പ്ലെയറാണ്, ഫിസിക്കുള്ള പ്ലെയറാണ്. പക്ഷെ ഇപ്പൊ കുബാർസി വരുമ്പം അത് കുബാർസി കോമ്പിനേഷൻ എങ്ങനെ വരും എന്നുള്ളത് ഒരു പ്രധാന കൺസേൺ ആയിട്ട് വരും. കാരണം പുതിയൊരു കോമ്പിനേഷൻ വർക്ക് ചെയ്യുമ്പം അത് കുബാർസി മാത്രമല്ല, സ്പെയിൻ നിരയിൽ ഗെയിം ടൈം അധികം കിട്ടിയിട്ടില്ല. ബാഴ്സയിൽ കൂടുതൽ കളിക്കുന്നുണ്ടെങ്കിലും സ്പെയിനിന് വേണ്ടി അധികം മത്സരങ്ങളൊന്നും കുബാർസി കളിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്തായാലും വരാം. ലപ്പോർട്ടെ കുബാർസി തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എത്രത്തോളം വർക്കൗട്ട് ആവും എന്നുള്ളത് ഒരു പ്രധാന കൺസേൺ. ആ സെൻട്രൽ സ്ട്രൈക്കറും സെൻട്രൽ ബാക്കും ആണ് ഒരു കൺസേൺ ഉള്ള ബാക്കിയെല്ലാം സ്കോർ ഡെപ്ത് ആണ്. ലപ്പോർട്ടിന്റെ എക്സ്പീരിയൻസ് കൂടി നമ്മൾ എടുത്തു പറയണം. കാരണം ലപ്പോർട്ട് സൗദി ലീഗിൽ കളിച്ചിട്ട് പിന്നെ തിരിച്ച് സ്പാനിഷ് ലീഗിലേക്കൊക്കെ മടങ്ങിയെത്തി നല്ല പ്രകടനം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റു പല ഓപ്ഷനുകൾ ഉണ്ടായിട്ടും ലപ്പോർട്ടെ തന്നെ ആ ഒരു ഡിഫൻസീവിലേക്ക് ആഡ് ചെയ്തത്. അതുമാത്രമല്ല പ്ലേയിങ് 11ലേക്ക് വരുന്നതും കൂടി കൂടുതലും സ്പെയിനെ സംബന്ധിച്ച് വലിയൊരു പോസിറ്റീവ്. നമ്മൾ ഓൾറെഡി ഈ ഒരു സ്പെയിൻ സ്ക്വാഡ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു സംഭവമായിരുന്നു ഡീൻ ഹ്യൂസൺ എടുത്തില്ല എന്നുള്ള ആ ഒരു സംഭവം. അപ്പോൾ ആ ഒരു കൺസേൺ ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഈ ഡീൻ ഹ്യൂസൺ എന്ന് പറയുന്ന പ്ലെയർ ഇവരുടെ എല്ലാവരുടെയും ബോൾ ക്യാരിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഒഫൻസീവ് ഡുവൽസ് ഡിഫൻസീവ് ഡുവൽസ് വിൻ ചെയ്യുന്നതിൽ ഇവരെക്കാളും ഒക്കെ ഒരു പടി മുമ്പിൽ നിൽക്കുന്ന പ്ലെയറാണ് ഡീൻ ഹ്യൂസൺ എന്ന് പറയുന്ന പ്ലെയർ. ആൾ യങ് ആണ്, പിന്നെ ആൾക്കൊരു പ്രോപ്പർ മെൻറ്റാലിറ്റി ഉണ്ട്. പോക്കബോസിൻ്റെ കൂടെ എന്തുകൊണ്ടും ആ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ആവാൻ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു ഡീൻ ഹ്യൂസൺ എന്നുള്ളത്. പക്ഷേ കോച്ചാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ടാക്ടിക്സ് ഉണ്ട്. പിന്നെ പറഞ്ഞു വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റയൽ മാഡ്രിഡിലുള്ള ഒരു പ്ലെയർ പോലും ഇതിലില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. നിലമാറി കുക്കുറയ റയൽ മാഡ്രിഡിലോട്ട് പോകുന്നതോടുകൂടി ആ ഒരു കൺസേൺ അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കേപ്പ് വെർഡെക്കെതിരെയാണ് മത്സരം. അത് തീർച്ചയായിട്ടും സ്പെയിന് ഡൊമിനേറ്റ് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒരു ഫൈനൽ വരെ എത്തുന്ന കണ്ടന്റർ ആവും എന്നുള്ളതും നമുക്ക് സ്പെയിൻ എന്നുള്ളത്. എന്തായാലും സ്പെയിൻ്റെ ഫസ്റ്റ് മത്സരത്തിൽ കൂടുതൽ ഗോൾ വരാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം ഫസ്റ്റ് മത്സരം കഴിഞ്ഞ പ്രാവശ്യം സ്പെയിൻ 7 ഗോൾ അടിച്ചിട്ട് കൊണ്ടാണ് ഫസ്റ്റ് മാച്ചിൽ തുടങ്ങിയത്. അതേപോലെ കോസ്റ്റാറിക്കെതിരെ 7 ഗോൾ മൊറോക്കോക്കെതിരെ ഇല്ലാതെ എനിക്കൊന്ന് 2010 നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗോൾ സ്കോറിംഗ് നമുക്ക് ഈ സ്പെയിനിൽ നിന്ന് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു സെമി ഫൈനലിസ്റ്റ് കണ്ടന്റർ തന്നെയാണ് സ്പെയിൻ എന്നുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഈ ഒരു പോഡ്കാസ്റ്റ് ഡിസ്കഷൻ തുടരാം.